गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः. ഓം ശ്രീ സായിരാം. പ്രശാന്ത് നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ഓഗസ്റ്റ് 17, 2024. ജീവിതം തന്നെയാകുന്ന ആനന്ദത്തെ അന്വേഷിക്കുന്നതിൽ നാം കൈവരിക്കേണ്ട പുരോഗതി എന്താണ്? ഭഗവാൻ ഇന്ന് നമ്മളോട് പ്രേമപൂർവം വിശദീകരിക്കുകയും നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. പ്രേമസ്വരൂപരെ, ബാഹ്യലോകത്തു നിന്നും ആനന്ദം ലഭിക്കുമെന്ന് മനുഷ്യൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. സന്തോഷത്തിനായി അവൻ സമ്പത്ത്, അധികാരം, പ്രശസ്തി, വിദ്യാഭ്യാസം എന്നിവയെല്ലാം നേടിയെടുക്കുന്നു. പക്ഷേ അവ ഭയം, ഉത്കണ്ഠ, വേദന എന്നിവയാൽ നിറഞ്ഞിരിക്കുകയാണെന്ന് അവൻ കണ്ടെത്തുന്നു. ഒരു കോടീശ്വരൻ നികുതി പിരിവ് നടത്തുന്നവരുടെയും സംഭാവന ചോദിക്കുന്നവരുടെയും കള്ളന്മാരുടെയും ശല്യം സഹിക്കേണ്ടി വരുന്നു. ഓഹരികൾക്കായി മുറവിളി കൂട്ടുന്ന മക്കളാലും ബന്ധുക്കളാലും അയാൾ വലയം ചെയ്യപ്പെട്ടിരിക്കും. ഭൗതികതയിൽ നിന്നുള്ള സന്തോഷം താൽക്കാലികവും അതിന്റെ ഉപയോഗം ദുഃഖപ്രദവുമാണ്. ആത്മാവിനെ തിരിച്ചറിയുന്നതിനും ഈശ്വരനെ ദർശിക്കുന്നതിനുമായി പ്രയത്നിക്കുക. ആ പ്രയത്നത്തിലെ പരാജയം പോലും മറ്റു ലൗകിക കാര്യങ്ങളിലെ വിജയത്തേക്കാൾ ശ്രേഷ്ഠമാണ്. പോത്തിന് കൊമ്പുകളുണ്ട്, ആനയ്ക്കും കൊമ്പുകളുണ്ട്. പക്ഷേ അവയുടെ മൂല്യം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ശരീരത്തിൽ ജീവിക്കുക, ശരീരത്തോടൊപ്പം ശരീരത്തിനായി മാത്രം ജീവിക്കുക എന്നത് ഒരു പുഴുവിന്റെ ജീവിതത്തിന് സമാനമാണ്. എന്നാൽ ഈ ശരീരത്തിൽ ഈശ്വരനോടൊപ്പം ഈശ്വരനു വേണ്ടി ജീവിക്കുന്നതാണ് യഥാർത്ഥ മനുഷ്യ ജീവിതം. വിരസരായ കർമ്മങ്ങളെ ഇഷ്ടപ്പെടാത്ത താമസിക വ്യക്തികൾ തങ്ങളുടെ അഹംഭാവത്തിലും ബന്ധുമിത്രാദികളിലും മാത്രം വിശ്വാസമർപ്പിക്കുന്നു. ആ ഇടങ്ങളിൽ മാത്രം അവരുടെ സ്നേഹം ഒതുങ്ങുന്നു. ഊർജ്ജസ്വലരായ രാജസിക വ്യക്തികൾ അധികാരവും അന്തസ്സും സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. അക്കാര്യങ്ങളിൽ ഉപകാരപ്പെടുന്നവരെ മാത്രം അവർ സ്നേഹിക്കുന്നു. എന്നാൽ ശുദ്ധരും നന്മ നിറഞ്ഞവരും സമചിത്തരുമായ സാത്വികർ എല്ലാവരെയും ഈശ്വരന്റെ സന്തതികളായി കരുതി സ്നേഹിക്കുകയും വിനീതരായി സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ ആരായിക്കൊള്ളട്ടെ, എവിടെയായിക്കൊള്ളട്ടെ, ഈശ്വരൻ മാത്രമാണ് എപ്പോഴും നിങ്ങളുടെ ഏക ആശ്രയം. 1997 മെയ് 24 ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം, സായിക്ക് വേണ്ടി, സായി മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.